ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകളുടെയും വോട്ടിംഗ് യന്ത്രങ്ങളിൽ പതിപ്പിക്കുന്ന ബാലറ്റ് ലേബലുകളുടെയും അച്ചടി വിവിധ സർക്കാർ പ്രസ്സുകളിൽ ആരംഭിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിൽ വെള്ള നിറത്തിലും, ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് പിങ്ക് നിറത്തിലും, ജില്ലാ പഞ്ചായത്തുകളിലേക്ക് ആകാശനീല നിറത്തിലുമാണ് ഇവ അച്ചടിക്കുന്നത്. ഭാഷാ ന്യൂനപക്ഷങ്ങളുള്ള നിയോജക മണ്ഡലങ്ങളിൽ ബാലറ്റ് പേപ്പറിലും വോട്ടിംഗ് മെഷീനിലും സ്ഥാനാർത്ഥികളുടെ പേര് തമിഴ്, കന്നഡ ഭാഷകളിൽ കൂടി ചേർക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് ഭാഷാ ന്യൂനപക്ഷ വോട്ടർമാരുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വിവിധ തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി 2,56,934 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 70,000 പോലീസുകാരെ വിന്യസിക്കും. ഡിസംബർ 9, 11 തീയതികളിലായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13 നടക്കും. 23,562 വാർഡുകളിലായി 72,005 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത്. SIR-ന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 1,06,00,000 പിന്നിട്ടതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 38.45%. എന്യൂമറേഷൻ ഫോമുകൾ സംബന്ധിച്ച് പൊതുജനങ്ങളെ സഹായിക്കുന്നതിന് ജില്ലകളിൽ ബൂത്ത് തല വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലുമുള്ള വിദ്യാർത്ഥികൾ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകളുടെ ഭാഗമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. SIR പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ കുട്ടികളുടെ സേവനം എലത്തൂർ ERO ആവശ്യപ്പെട്ടതായ വാർത്തയുടെ അടിസ്ഥാനത്തിൽ EROയുമായി സംസാരിച്ചതായും അദ്ദേഹം അറിയിച്ചു. അധ്യാപകരുടെ സമ്മതത്തോടെ പഠനത്തിന് തടസ്സമുണ്ടാവാത്ത രീതിയിൽ സ്വമേധയാ തയ്യാറാവുന്ന കുട്ടികളുടെ സേവനം ഉപയോഗപ്പെടുത്താനാണ് ഉദ്ദേശിച്ചിരുന്നതെന്നും മറിച്ചുള്ള വാർത്തകൾ തെറ്റിദ്ധാരണ മൂലമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. വോട്ടർ പട്ടിക പുതുക്കൽ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പ് അനുബന്ധ ജോലികൾക്കായി NSS, NCC വോളണ്ടിയർമാരായ വിദ്യാർത്ഥികളെ നിയോഗിക്കാനുള്ള ചില റവന്യൂ ഉദ്യോഗസ്ഥരുടെ ആവശ്യം പഠനത്തെ തടസ്സപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥികളുടെ പഠനം തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ശബരിമലയിലെ മണ്ഡലകാല മകരവിള ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. എരുമേലിയിൽ കൂടി സ്പോട്ട് ബുക്കിംഗ് നടത്താൻ തീരുമാനിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമലയിലെ അന്നദാനത്തിൽ പുലാവും സാമ്പാറും ഒഴിവാക്കി കേരളീയ സദ്യ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ശബരിമലയിൽ ഇന്ന് നട തുറന്നതു മുതൽ വൈകുന്നേരം 6 മണിവരെ 65,583 പേരാണ് ദർശനം നടത്തിയത്. സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും പോലീസിന്റെ പുതിയ ബാച്ചും ഇന്ന് ചുമതലയേറ്റു. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷന് മികച്ച പ്രതികരണം. ഇന്ന് രജിസ്ട്രേഷൻ തുടങ്ങി മണിക്കൂറുകൾക്കകം തന്നെ 5,000-ൽ പരം പേർ പ്രതിനിധികളായി രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരത്ത് ഡിസംബർ 12 മുതൽ 19 വരെ IFFK നടക്കുന്നത്. 16 തിയേറ്ററുകളിലായി നടക്കുന്ന മേളയിൽ 12,000-ഓളം ഡെലിഗേറ്റുകൾ പങ്കെടുക്കാം. registration.iffk.in എന്ന വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ലിങ്കിലൂടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. പൊതുവിഭാഗത്തിന് GST ഉൾപ്പെടെ 1,180 രൂപയും വിദ്യാർത്ഥികൾക്ക് GST ഉൾപ്പെടെ 590 രൂപയുമാണ് ഡെലിഗേറ്റ് ഫീസ്. കോഴിക്കോട് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വൻകിട പ്രിന്റിംഗ് മെറ്റീരിയൽ വിൽപ്പനശാലകളിൽ നടത്തിയ പരിശോധന തുടരുന്നു. ഇന്ന് നടത്തിയ പരിശോധനയിൽ 550 കിലോ നിരോധിത ഫ്ലക്സ് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. പരിശോധന വരും ദിവസങ്ങളിലും തുടരും. രാജ്യം നാളെ ഭരണഘടനാ ദിനം ആഘോഷിക്കും. ഹമാര സംവിധാൻ, ഹമാര സ്വാഭിമാൻ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ന്യൂഡൽഹി സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, ഇരുസഭകളിൽ നിന്നുള്ള MPമാർ തുടങ്ങിയവർ പങ്കെടുക്കും. പരിപാടിയിൽ രാഷ്ട്രപതി ഭരണഘടനയുടെ ആമുഖം വായിക്കും. മലയാളം, മറാത്തി, നേപ്പാളി, പഞ്ചാബി, ബോഡോ, കാശ്മീരി, തെലുങ്ക്, ഒഡിയ, അസമീസ് എന്നിവയുൾപ്പെടെ 9 ഭാഷകളിൽ ഭരണഘടനയുടെ വിവർത്തനം ചെയ്ത പതിപ്പും സ്മരണിക ലഘുലേഖയും ചടങ്ങിൽ പ്രകാശനം ചെയ്യും. സയ്യിദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റിന് നാളെ തുടക്കം. സഞ്ജു സാംസന്റെ നേതൃത്വത്തിൽ കരുത്തുറ്റൊരു ടീമുമായാണ് കേരളം ഇത്തവണ കളിക്കാനിറങ്ങുന്നത്. ഒഡീഷയ്ക്ക് പുറമെ റെയിൽവേ, ഛത്തീസ്ഗഡ്, വിദർഭ, മുംബൈ, ആന്ധ്ര, അസം എന്നീ ടീമുകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എയിലാണ് കേരളം സ്ഥാനം പിടിച്ചിട്ടുള്ളത്. ഡിസംബർ 18-നാണ് ഫൈനൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് ഈ മാസം 30 രാവിലെ 11 മണിക്ക്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.